ഇന്നത്തെ വിഷയം മാക്കഞ്ഞി എന്ന ഒരു അപൂർവ പൂജയെക്കുറിച്ചാണ്. മഹാലക്ഷ്മി പൂജ എന്ന് വേണമെങ്കിൽ പറയാം. വടക്കേ മലബാർ പ്രദേശങ്ങളിൽ ഇല്ലങ്ങളിലായിട്ടുണ്ടാകുന്ന ഒരു വിശേഷ പൂജ. അതിനെക്കുറിച്ച് മാക്കഞ്ഞി എന്നുള്ള ആ വിശേഷമായ പൂജയെക്കുറിച്ച് വാച്ചവാദ്യാൻ ഇല്ലത്ത് ദ്രൗപദി അന്തർജനം അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നതാണ്. കന്നിമാസത്തിലെ മകം നക്ഷത്രം. അത് ഞാൻ ശ്രീ ഭഗവതിയുടെ വരവ് മാക്കഞ്ഞി എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ശ്രീ ഭഗവതി വരുന്ന ദിവസമാണ്. തലേ ദിവസം തന്നെ എല്ലാം അടിച്ചു തുടച്ചു വൃത്തിയാക്കി അടുക്കളയും അടുപ്പും എല്ലാം ചാണം കൊണ്ട് മെഴുകി വൃത്തിയാക്കി ചേടി വരച്ച്, പിന്നെ ഭഗവതിൻ്റെ ഒരു കാല് വരയ്ക്കാനുണ്ട്. അതിൻ്റെ മുകളിലൊരു ഇല, ഭഗവതിൻ്റെ കാല് എന്നും പറഞ്ഞിട്ടൊരു ഇല വെപ്പിക്കാൻ. ചെറിയ കാല് പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ഏകദേശം. അതും പറിച്ച് വെച്ച് റെഡിയാക്കണം തലേ ദിവസം തന്നെ. പിന്നെ തമരയില പറിച്ച് കൊണ്ടുവന്ന് തമരയും താളും തമരയും എന്നാ പറയുന്നത്. താളും ചീരക്കോലും, ചീരേൻ്റെ തണ്ട് ഇങ്ങനെ, അതും തലേ ദിവസം തന്നെ മുറിച്ച് തടുപ്പേലും ചാണം തേച്ച് വൃത്തിയാക്കി വെച്ച് ചെടിയെല്ലാം വെച്ച് അതിൽ കൊടിയല നാക്കല വെച്ച് അതിൽ ഇതെല്ലാം മുറിച്ച്, പിന്നെ ചീരക്കോലും താളെന്ന് പറഞ്ഞാൽ അറിയില്ല, ചേമ്പിൻ്റെ തണ്ട് എല്ലാം മുറിച്ച് റെഡിയാക്കി വെക്കും തലേ ദിവസം തന്നെ. അടുപ്പെല്ലാം മെഴുകി വെച്ച് ചെടി വരച്ച് അടുപ്പിന് മുകളിലെല്ലാം ചെടി വരക്കണം. ഇതെല്ലാം വാങ്ങി വെക്കുന്ന അടുപ്പിലും എല്ലാം. പിന്നെ പടിഞ്ഞാറ്റയിലും ചെടി വരച്ച്, പിന്നെ രണ്ടില, പിന്നെ പലക, കിണ്ടിവെള്ളം, പിന്നെ ഉപ്പ്, തൈര്, അങ്ങനെയുള്ള സാധനം എല്ലാം സെറ്റാക്കണം. എന്നിട്ട് പിറ്റേ മകായെന്ന് രാവിലെ നേരത്തെ എണീറ്റ്, പിന്നെ നമ്മൾക്ക് കുളിക്കൊന്നും വേണ്ട, കുളിക്കാണ്ട് തന്നെ വെക്കൽ. ചില രീതിയിൽ കുളിക്കുകയെ എന്നിട്ട് ഈ തമര കൂടി ചെറുങ്ങനെ മുറിക്കും. തമരൻ്റെ ഇല അത് മുറിച്ചിട്ട് അത് ഉപ്പേരി വെക്കുക. പിന്നെ താളും ചീരക്കോലും കൂടിയിട്ട് ഉള്ള പുളിശ്ശേരി മോരൊഴിച്ച് കൂട്ടാൻ അത് അടുപ്പത്ത് വെക്കുക. പിന്നെ ഉരുളിയിൽ ഉണക്കലരി കഴുകി വൃത്തിയാക്കി അത് വെള്ളം ഒഴിച്ചിട്ട് അതിനെ മാക്കഞ്ഞി എന്ന് പറയും. കഞ്ഞി എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ടല്ല ഉണ്ടാവില്ല, ചോറ് പോലെ തന്നെ ഉണ്ടാവില്ല. അത് അടുപ്പത്ത് വെക്കുക. അതെല്ലാം ഇളക്കി വാങ്ങി കൂട്ടാനും മോരൊഴിച്ച് കൂട്ടാൻ അതിൽ തേങ്ങ അരക്കണം. നാളികേരം അരക്കണ്ട, നല്ല സ്വാദായിരിക്കേ, എന്നാലും തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും. പിന്നെ അങ്ങനെ തമര ഇതിൽ അതിൽ നാളികേരം ഇടണം. പിന്നെ മകക്കഞ്ഞി എന്ന് പറഞ്ഞാലും നാളികേരം ഇടണം, കുറച്ച് ഉപ്പിടണം. ഉപ്പും എല്ലാം ഇട്ടിട്ട് എല്ലാം വേവിച്ച് അതിനെല്ലാം അടയ്ക്കാൻ ഇല എല്ലാം റെഡിയാക്കണം. അതെല്ലാം കൊണ്ടുപോയിട്ട് പടിഞ്ഞാറ്റയിൽ, നമുക്ക് പടിഞ്ഞാറ്റാന്നാണ് അങ്ങോട്ട് പറയല്, ഇങ്ങോട്ടുള്ള എന്തോ പൂജാമുറി എന്നാണ്, അങ്ങനെ ആയിരിക്കും പറയല്. അതിൽ കൊണ്ടുവച്ചു. എന്നിട്ട് നെയ്യിലാണ് ഇത് വറക്കേണ്ടത്. അത് മുളക് ഇട്ടുകൂടാ, പറങ്കിന്ന് അങ്ങോട്ടെല്ലാം പറയല്, ഇങ്ങോട്ട് കപ്പൽ മുളക് എന്നാണ്, അങ്ങനെ ചിലരിക്കൽ പറയും. അത് ഇടണ്ട, വെറും കടുകും നെയ്യിലാണ് അത് വറക്കേണ്ടത്. വറവ് അടുക്കളയിൽ തന്നെ വറുത്തിട്ട് പടിഞ്ഞാറ്റയിൽ കൊണ്ടുവന്ന് എല്ലാം പടിഞ്ഞാറ്റയിൽ റെഡിയാക്കി വെക്കുമല്ലോ, എല്ലാം മാറ്റി അതിന് കൊണ്ട് അടച്ച് വെക്കണം. പിന്നെ അതിൽ കൊണ്ടുവന്നിട്ട് ഉപ്പേരിയിലും ചെരിയ, പിന്നെ പുളിശ്ശേരി നല്ല വാസിച്ച് ഒച്ച ഉണ്ടാവുകയാണ് ആ സമയത്ത്.
നല്ല വാസനയായിരിക്കും. ഇത് വാസനയായിരിക്കും. എന്നിട്ട് അതെല്ലാം റെഡിയാക്കി കൈ നനക്ക് വെള്ളവും കിണ്ടി വെള്ളവും എല്ലാം ഞാൻ പറഞ്ഞു, ഒരുവിധെല്ലാം പറഞ്ഞില്ലേ. ആടെ ഇതെല്ലാം വിളമ്പുക. എല്ലാരും ആദ്യം മൂത്ത ആള് വിളമ്പുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും എത്ര സ്ത്രീകൾക്കേ അതിന്റെ അവകാശമുള്ളൂ കേട്ടാ. അപ്പം അവരെല്ലാം വിളമ്പി വെളുത്ത പുഷ്പം കൊണ്ടുവച്ചിട്ടുണ്ടോ, വെളുത്ത പുഷ്പം. അത് ഇങ്ങനെ ഇട്ട് അരിയെല്ലാം ആക്കിയിട്ട് സങ്കല്പിക്കുകയാണത് ഭഗവതി. പിന്നെ ആദ്യം നമ്മൾ വിളമ്പ, അങ്ങനെ എല്ലാവരും വിളമ്പേ. സ്ത്രീകളവിടെ എത്ര ആളാളെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെല്ലാം കൊണ്ട് വിളമ്പിയിട്ട് നമസ്കരിച്ചിട്ട് വാതിൽ കുറച്ചു നേരം അടക്കി. കുറച്ചു നേരം കഴിഞ്ഞാൽ അത് വാതിൽ തുറന്ന് നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്വാദായിരിക്കേന് ഭഗവതി വന്നിട്ട് സന്തോഷിച്ചിട്ട് പോകുന്ന ദിവസം.